നമസ്തേ. എല്ലാവരുടെയും ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. ഒരു യുദ്ധത്തിൻ്റെ കാലഘട്ടം ഉണ്ടാകും, ഒരു സമാധാനത്തിൻ്റെ കാലഘട്ടം ഉണ്ടാകും, ഒരു ഉയർച്ചയുടെ അല്ലെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലഘട്ടം ഉണ്ടാകും. അങ്ങനെ പല രീതിയിലുള്ള അവസ്ഥകളിലൂടെ മനുഷ്യജീവിതം കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ജീവിതം കഠിനമായിട്ടുള്ള ഞെരുക്കങ്ങൾ, അതായത് ഒരു ഞെരുക്കമുണ്ടെങ്കിൽ ഒരു അയവും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഞെരുങ്ങിയ അവസ്ഥയിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന ഉയർച്ചയുടെ ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഞെരുക്കത്തിൽ നിന്ന് നമ്മൾ മുക്തി നേടുന്നതിൻ്റെ അതിൻ്റെ ചില അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പ്രധാനമായും നമ്മുടെ ജീവിതത്തിൽ ഒരു യുദ്ധഘട്ടം നടക്കുന്നുണ്ടോ? അപ്പം നമ്മൾ യുദ്ധം എന്ന് പറയുമ്പം ഏതോ ഒരു പാർട്ടി ഓപ്പോസിറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഓപ്പോസിറ്റുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അവനെ ഒരു ശത്രുവാക്കാനെങ്കിലും കൊള്ളുക എന്നുള്ളൊരു നിലവാരം അവനുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് അവിടേക്ക് അധികം എനർജി ചെലവഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവരെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിനെ കൂടുതൽ ക്ലിയർ ആക്കി ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ ശത്രുക്കളൊക്കെ പതിയെ പതിയെ ഇല്ലാതാവുന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഞെരുക്കങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ഈ ഞെരുക്കത്തിൽ നിന്ന് മുക്തി നേടുന്ന ഉയർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ഈ ഞെരുക്കത്തിന് കാരണമാകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉയരുന്ന സമയത്ത് അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അവരൊക്കെ നമ്മൾ മറികടന്ന് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കർമ്മത്തിനെ വിജയിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഓരോരുത്തരുടെ ജീവിതത്തിലും ഇങ്ങനെ പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ കഥകൾ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഞെരുക്കത്തിലാകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളെ ഞെരുക്കത്തിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഉയർച്ചയ്ക്ക് തടസ്സമാകുന്നത് നമുക്ക് യഥാർത്ഥത്തിലുള്ള ശത്രു മറനീക്കി പുറത്തു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാകും. കാരണം അതുവരെ നമ്മളോട് ഒരുമിച്ച് നടന്ന അല്ലെങ്കിൽ നമ്മളോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടായിരുന്ന ഫ്രണ്ട്ലി ആയിട്ട് നിന്ന ആളുകൾ തന്നെയായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഈ മാറ്റത്തിലൂടെ നമ്മുടെ ഒരു ശത്രുവിൻ്റെ സ്ഥാനത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ഒരു ഒറ്റ കൊടുക്കപ്പെട്ടതായിട്ടുള്ള ഒരു വേദന ചിലപ്പോൾ ഉണ്ടാകും, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികളുടെ ഒരു അവസ്ഥ, അതിനെ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് അനുഭവിക്കുന്നുണ്ടാവും. പക്ഷേ മനസ്സിലാക്കുക, ഒളിഞ്ഞിരിക്കുന്ന ശത്രു പുറത്തു വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതുവരെ നമ്മളോട് വളരെ സ്നേഹത്തോടെയും ഫ്രണ്ട്ലി ആയിട്ടുള്ള കപട മുഖം ഇട്ടുകൊണ്ടിരുന്ന വ്യക്തിയുടെ യഥാർത്ഥ മുഖം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് ലൈഫിൻ്റെ ക്ലാരിറ്റി കൂടുവാണ്. ആരാണ് യഥാർത്ഥത്തിൽ നമ്മളോടൊപ്പം ഉള്ളത്, ആരാണ് നമ്മളോടൊപ്പം ഇല്ലാത്തത് എന്നുള്ളത് മനസ്സിലാകുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒപ്പം നിന്ന് ചതിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് അവരുടെ മുഖം വ്യക്തമായിട്ട് മനസ്സിലാകുന്ന സമയത്ത് നമുക്ക് നമ്മളെ വഴി ക്ലിയർ ആക്കിയിട്ട് മാറി സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ആരോട് യുദ്ധം ചെയ്ത് സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് നമ്മുടെ ജീവിതം തന്നെ നല്ല രീതിയിൽ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ നമ്മളെ തന്നെ, ഇന്നലകളിലെ എന്നെ ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നലെയുള്ള ഞാനല്ല ഈ നിമിഷം ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ കൂടുതൽ കൂടുതൽ ഉയർച്ചയിലേക്ക് പോകുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. അപ്പം തന്നെയാണ് നമ്മുടെ കർമ്മം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ കർമ്മത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആളുകൾ നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും അല്ലെങ്കിൽ ചെറുതായിട്ട് കാണുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ചെറുതായിട്ട് കാണുന്നു എന്നുള്ളത് ഒരു അവസരമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. പലപ്പോഴും അവരെന്നെ ഇങ്ങനെയാണോ കണ്ടത്, അല്ലെങ്കിൽ ഇത്രയും അശക്തമായിട്ടുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ ഇത്രയും ഭയപ്പെടുന്ന അവസ്ഥയിലുള്ളൊരു വ്യക്തിയാണെന്നാണോ അവർ വിചാരിച്ചതെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഞാൻ അങ്ങനെയല്ല, ഞാൻ ധൈര്യശാലിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ അവസ്ഥ അങ്ങനെയല്ല എന്നൊക്കെ കാണിക്കാനുള്ള ഒരു ഹ്യൂമൻ ബേസിക് ടെൻഡൻസി ഉണ്ടാവും. അതൊരു തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിലേക്കായി പോകുമ്പോൾ എന്തായി, നമ്മുടെ കൃത്യമായിട്ടുള്ള വഴി ഏതാണോ അല്ലെങ്കിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ നമ്മളിങ്ങനെയാണ് എന്നുള്ളത് അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോ എന്ന് കരുതി മുന്നോട്ട് പോവുക എന്നുള്ളതല്ല. നമ്മൾ നമ്മുടെ കാര്യം കൃത്യമായിട്ട്, നമ്മുടെ കർമ്മം, നമ്മുടെ ഉയർച്ച, അതായിരിക്കണം എപ്പോഴും നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ചെറുതായിട്ട് കാണുന്നത് അവരുടെ തെറ്റും നിങ്ങളുടെ അവസരവുമാണ്. അടുത്തതായിട്ടുള്ളൊരു പ്രത്യേകത ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നത്, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നുള്ളതാണ്. അത് ചിലപ്പം എന്തെങ്കിലും വ്യക്തികളുടെ പ്രവർത്തനം അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാതെയോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് കൊണ്ടായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും വളരെ സിമ്പിളായിട്ട് പരിഹരിക്കേണ്ട ഒരു പ്രശ്നത്തിനെ വളരെ വലുതായിട്ടുള്ളൊരു കോംപ്ലിക്കേഷനായിട്ട് മാറുന്നൊരു സാഹചര്യം നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഈ ഞെരുക്കത്തിന്റെ അവസ്ഥകളിൽ അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഉണ്ടാകുമെന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു ബ്രേക്ക് ഡൗൺ അല്ല,
പക്ഷെ ഒരു പ്രഷർ ബിൽഡപ്പാണ്. അതായത് ഒരുപാട് പ്രഷർ നമ്മളിലേക്ക് വരുമ്പോഴും നമുക്ക് അതിനെ സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ പ്രപഞ്ചം ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എന്നുള്ളതാണ്. അതിനെ സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അടുത്ത പടിയിൽ നമുക്ക് നമ്മളെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് പണം പോകും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡ്രെയിൻ നമുക്കുണ്ടാകും. പക്ഷേ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കൊളാപ്സ് അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഫിനാൻഷ്യൽ ഡ്രെയിൻ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ മാസം ഒരു ഇത്ര വരുമാനമുണ്ട് എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് വേറെ പ്രഷറുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൽ സമാധാനപ്പെട്ട് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ചിലപ്പോൾ നമുക്ക് അതിനേക്കാളും വലിയ കർമ്മങ്ങളും ദൗത്യങ്ങളും ഏറ്റെടുക്കേണ്ട അവസ്ഥ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഇത് പ്രപഞ്ചത്തിന് കൃത്യമായിട്ട് അറിയാം. അതിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ടുള്ള ഒരു വഴിയൊരുക്കൽ കൂടിയാണ് ഈ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രഷർ ഉണ്ടാകുമ്പോൾ നമുക്ക് സമ്പത്ത് നമ്മളിൽ നിന്ന് ചോർന്നു പോകുമ്പോൾ നമ്മൾ നശിച്ചു പോകുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. നമ്മുടെ ഈ പറയുന്ന സമ്പത്ത് ഉണ്ടാക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രഷറിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓവർകം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകൾ വലിയൊരു ഉയർച്ചയിലേക്ക് പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടുണ്ടാകുന്ന ഒരു ടൈറ്റ് അവസ്ഥയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് വന്നാലും നമുക്ക് ചിലപ്പോൾ പേടി ഉണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാവില്ല, വിഷമം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾക്കും കൂടി പ്രഷർ വരുന്ന സമയത്ത്, ബുദ്ധിമുട്ട് വരുന്ന സമയത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുന്നത്. ഇത് യഥാർത്ഥത്തിൽ പ്രപഞ്ചം നൽകുന്ന ഒരു ഇമോഷണൽ ടെസ്റ്റാണ്. നമ്മൾ അവരെയും കൂടി ധൈര്യപ്പെടുത്തി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അങ്ങനെ മാത്രമേ നമുക്ക് ഈ ഇമോഷനെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയത്ത് നമ്മൾ ഇമോഷണലായിട്ട് റിയാക്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഈ ടീം രൂപപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരുമായിട്ടുള്ള അടുപ്പം വർദ്ധിക്കുന്നില്ല. അത് സാധാരണ എങ്ങനെയാണോ പോയത് ആ ഒരു തണുത്ത അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകുന്നുള്ളതാണ്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾക്ക് ഉള്ള ബന്ധങ്ങൾ ദൃഢമാകുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ കപടമുഖങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോയാലും ആരാണോ ട്രൂലി നമ്മളോടൊപ്പം ഉള്ളത് ആ ബന്ധങ്ങൾ ദൃഢമാവുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എപ്പോഴാണ് നമുക്ക് തോൽവി ഉണ്ടാകുന്നത്? ഇത്രയും കഠിനമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, ഞാൻ തോൽവിയിലേക്കാണോ പോകുന്നത്? പലതവണ നമ്മളങ്ങനെ സ്വയം ചോദിക്കുകയും ചിന്തിക്കുകയും ചെയ്യും. പക്ഷേ ദേഷ്യം, ഭയം, അതുപോലെ തന്നെ ഇമ്പൾസീവായിട്ടുള്ള വൈകാരികമായിട്ടുള്ള എടുത്തുചാട്ടങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ പരാജയത്തിലേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇത്രയും പ്രഷറും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ആരാണോ അവിടെ ഈ പറഞ്ഞ പോലെ ഭയപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടു പോകുന്നത്, അവർക്ക് പരാജയം ഉണ്ടാവും. അതിനെ മറികടന്നുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സ്ട്രാറ്റജിക്കലായിട്ട് മുന്നോട്ട് പോകുന്ന ആരാണോ അവർക്ക് തീർച്ചയായിട്ടും വിജയവും ഉണ്ടാവും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ശാന്തതയാണ് നമ്മുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആയുധമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ശാന്തമാകുന്ന സമയത്ത് നമ്മുടെ ശത്രുക്കൾ അവരുടെ പ്രവർത്തികൾ തന്നെ അവർക്ക് ബാക്ക് ഫയർ ചെയ്യുമെന്നുള്ളതാണ്. കാരണം നമ്മൾ നീതിമാനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, നമ്മളെ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനീതി അവരുടെ പക്ഷത്തായിരിക്കും. അവർ ചിലപ്പം വ്യാജമായിട്ടുള്ള കാരണങ്ങളായിരിക്കും നമ്മളെ മേൽ ആരോപിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൻ്റെ, അവരുടെ കർമ്മത്തിൻ്റെ ഫലം തീർച്ചയായിട്ടും അവർക്ക് കിട്ടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ശാന്തമായിട്ട് നിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ശാന്തമായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ശത്രുക്കൾ താനെ തകർന്നു പോകുന്നത് സമയം നമ്മുടെ മുന്നിൽ കാണിച്ചു തരും എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മളെ പഴയ സമാധാനത്തിൻ്റെ അവസ്ഥ അതിനേക്കാൾ കൂടുതൽ ഉയർന്ന രീതിയിൽ പതിയെ പതിയെ തിരിച്ചു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സക്സസ് ഉണ്ടാവുന്നല്ല ഞാൻ പറയുന്നത്, സ്റ്റഡി ആയിട്ടുള്ള ഒരു ഡൊമിനേഷൻ അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഞാൻ പറയുകയാണ്, ഇത്തരത്തിലുള്ള ഞെരുക്കങ്ങളും തകർച്ചകളും അവസാന വാക്കുകളല്ല, അത് രാജാവാകാനുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ തോൽക്കുന്നില്ല, നിങ്ങളൊരു യുദ്ധഘട്ടത്തിലാണ്. ഈ ഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾ പഴയ വ്യക്തിയും ആയിരിക്കുകയില്ല. നമസ്തേ.